മനസ്സിൽ ആഴത്തിൽ നീറുന്ന ദുഃഖങ്ങൾ ഇപ്പൊ തന്നെ അറുത്ത് മാറ്റിയേക്കൂ. പാപപുണ്യങ്ങളുടെ കണക്കെടുപ്പിനുള്ള സമയമാഗതമായി. മത്സരം വെച്ചിട്ടാ ഒരു പെൺകുട്ടിക്ക് പണ്ടൊക്കെ കല്യാണം നടത്താറ്. ആ മത്സരത്തിൽ സ്വന്തം അച്ഛന്റെ മനസ്സിനെ ജയിച്ചവൻ, അതുപോലെ സമൂഹത്തിൽ അന്തസ്സുള്ളവൻ, അവനെ ആ പെൺകുട്ടി സ്വീകരിക്കും. ഒരാണ് പ്രണയത്തിൽ പരാജയപ്പെട്ട അവൻ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോകല പതിവ്. ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്കിപ്പോഴാണ് അറിവുണ്ടായത്. അന്ധകാരത്തിൽ ഞങ്ങളുടെ ജീവിതം തേടി നടന്നു. ഞങ്ങളുടെ ചിരിയോ കണ്ണീരോ, മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, ഞങ്ങൾക്ക് പോലും എന്തിനാണെന്ന് അറിയില്ല. അതിന്റെ കാരണം എന്താണോ? ആർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരാൻ സമയമില്ല. സൗഹൃദം, പ്രണയം, കരുതൽ, സ്നേഹം, വിശ്വാസം, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് മനസ്സിലായത്. പക്ഷെ പ്രയോജനം എന്താ? ഞങ്ങൾ തെറ്റ് ചെയ്തു പോയില്ലേ? യമധർമ്മൻ അതാ വന്നുകൊണ്ടിരിക്കുക. 2 നിമിഷം സമയം തരൂ. അവസാനമായിട്ട് ഈ ലോകം ദർശിക്കാൻ അനുവാദം തരൂ. ഇല്ല അല്ലേ? ഞാൻ പോവാൻ തയ്യാറാണ്. അതിലൂടെ 4 പേര് സന്തോഷമായിട്ട് ഇരിക്കുമല്ലോ. പശ്ചാത്താപത്തേക്കാൾ വലിയ ശിക്ഷ വേറെയില്ല. ജനിച്ചപ്പോൾ കുഞ്ഞായിരുന്ന മകൾ, വളരുമ്പോൾ സുന്ദരിയായ യുവതി, ഭർത്താവിന് സ്നേഹം തുളുമ്പുന്ന ഭാര്യ, പാലൂട്ടി ജീവൻ കൊടുക്കുന്ന അമ്മ, എത്രയോ പദവികൾ സ്വീകരിച്ച് സമൂഹത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു നീ. ഇനി എത്ര അവതാരങ്ങൾ എടുത്താലും ഏതൊരു രാശിക്കും ദേവിയാണ് നീ. ജീവിതത്തിന്റെ ഓരോരോ അണുവിലും നിലകൊള്ളുന്ന അത്ഭുതമാണ് നീ. മനസ്സിലാക്കാൻ വൈകിയതിന് മാപ്പ് നൽകിയാലും. നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടുകൂടി ബഹുമാനപ്പെട്ട കൗണ്ടറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വരൂ. പൊന്നാടണി, നിങ്ങൾ വന്നേക്ക് സാർ. ആശാനെ, ബസ്സിന് സമയായി. ഞാൻ വിട്ടുപോയി. ഇപ്പൊ തരാം. ഇത് വെച്ചോ. വന്നതിന് സന്തോഷം. ശരി ആശാനെ, പോട്ടെ. പോയിട്ട് വരും. ഗൗണ്ടറെ, ഈ നാടകം എഴുതിയത് വേറെ ആരുമല്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഗിരീഷാണ്. ഗിരീഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാടിന്റെ സ്വത്താണ് ഈ ഗിരീഷ്. അവൻ വരാനൊന്നും പോകുന്നില്ല ആശാനെ. അവനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. സത്യം പറയടാ, അവൻ എവിടേക്ക് കൊണ്ടുപോയെന്ന് പറയും. എല്ലാം നീ കാരണം തന്നെയാ. ശങ്കരൻ ആരാന്ന് ചോദിച്ചു. അവനാന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു. എന്താന്ന് ചോദിച്ചപ്പോഴേ നാടകം നടക്കണം, നാടിന്റെ മാനം കെടരുതെന്നാ പറഞ്ഞേ. ഇവന്മാർ രണ്ടു എന്തി നിക്കേ, നടന്ന് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ എന്തിനാ ഇവിടേക്ക് വരാൻ പോയേ? നോക്കി, എന്ത് വന്നാലും ശരി, ഞങ്ങൾ നോക്കിക്കോളാം. ചേട്ടൻ ഇവിടെ നിന്ന് പോവാൻ നോക്കി. വേഗം ആവട്ടെ. എന്തിന്? ചേട്ടൻ ആദ്യം പോ. തെറ്റ് ചെയ്ത് ശങ്കറല്ലേ? നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നെ? ഇവിടെ തെറ്റ് ചെയ്തത് ഞാനല്ലേ? പിന്നെ എന്റെ പേരും പറഞ്ഞോണ്ട് നീ ഇവിടേക്ക് വന്നത് എന്തിനാ? ഓ, ത്യാഗം ചെയ്ത് വലിയ ആളാവാൻ നോക്കായിരിക്കുമല്ലേ? അല്ല അത് പോട്ടെ, നീ എന്ത് തെറ്റാ ചെയ്തേ? വെറുതെ നീ എന്റെ മുമ്പിൽ നാടകം കളിക്കാൻ നിൽക്കല്ലേ? ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ വേണമെങ്കിൽ കാല് പിടിച്ച് പറയാം. ആദ്യം ഇവിടെ നിന്ന് പോവാൻ നോക്ക്. എന്ത് വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം.
ആദ്യം കാര്യം എന്താന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ. എനിക്കും അത് തന്നെയല്ലേ മനസ്സിലാവാത്തെ. അതിന് ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടേ? ആദ്യം എന്താ കാര്യം ഒന്ന് തെളിച്ചു പറ. ഇതാ ഗവർണർ നടന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. നിങ്ങൾക്ക് ഈ നാട്ടിൽ നല്ല വിലയാ. പോലീസുകാരോട് പറഞ്ഞ് അവനെ വെറുതെ വിടാൻ പറ. ഈ നാട്ടുകാർക്ക് എന്ത് സംഭവിച്ചാലും എപ്പോഴും സഹായത്തിനെത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഗവർണറെ, ഇതാ നടന്നത്. ചേട്ടാ, ഇപ്പൊ സത്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോകും. ഒന്ന് പോ ചേട്ടാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആരവിടെ ചുമ്മാ കേറി ഇറങ്ങാനായിട്ട് ഇതെന്താ സത്രാന്ന് വിചാരിച്ചോടാ? ആരാണ് നിങ്ങളൊക്കെ? നീ എന്തിനാ കൊച്ചു കറിയുന്നത്? നിങ്ങൾ എന്താ ചെയ്തേ? സാറേ, തെറ്റ് ചെയ്തത് ഞങ്ങളാ സാറേ. സാർ ഇത് പിടിക്കേ. എടങ്ങി വാടാ. അടിക്ക് സാർ, അടിക്കണം സാർ, അടിക്ക്. ഞങ്ങൾ അടിച്ചു സാറേ. നിനക്കെന്താടാ പറ്റിയേ? അവരെന്തിനാ സാർ അടിക്കുന്നേ? ഞാനോ? തെറ്റൊക്കെ ചെയ്തത് ഞാന്. എന്നെ വിലങ്ങിട് സാറേ. അതിനിത്ര യാചിക്കുന്ന എന്തിനാടാ? പോയി എടുത്തോ, ഇരിക്കുന്നു കണ്ടില്ലേ? സാർ, എനിക്കൊന്ന് താ സാറേ. ചോദിക്കുമ്പോ ഒഴിഞ്ഞേരാതെന്നാ പഴാന്ന് കരുതിയോ? ആകെയുള്ളത് ഓരോ ഒരെണ്ണ. അങ്ങോട്ട് മാറുന്നേ, ആ മൂലയ്ക്ക് പോയിരിക്കടാ. വേഗം വാ, കയറി വാ. അതെ, ഒന്ന് മാറിക്കേ മാറിക്കേ. എടാ പതിരാ, അത് സൂക്ഷിച്ചുകൊണ്ടോ, സൂക്ഷിച്ച പതുക്കെ. എടാ ഒന്ന് മുറുക്ക പിടിക്കടാ. ദേ അങ്ങോട്ട് വെച്ചു. എന്തോന്നാടാ ഏറ്റി കൊണ്ടുവരുന്നേ? ആ അവിടെ സാറേ, തെറ്റ് ഞാനാ ചെയ്തേ. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് PC ആയിട്ട് വന്നില്ലേ, അതെന്റെ തെറ്റാ, എന്റെ വിധി. ചെല്, എവിടെയെങ്കിലും പോയിരിക്കും. പോ. ഇപ്പൊ സമാധാനായില്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവിടെ ഇരുന്നോ. ഇത് വഴി കിടന്ന് കിട്ടിയതാ. ഈ നാട് മൊത്തം ഇപ്പൊ കറങ്ങി. അതിന്ന് ഞങ്ങൾ 1 രൂപ പോലും എടുത്തിട്ടില്ല. പെയിന്റ് അടിച്ച് അത് നല്ല ഭംഗിയാക്കി തീർത്ത എന്റെ മരുമകനാ. എങ്ങനെയോ കടന്നതിനെ നല്ല ഭംഗിയാക്കി. അതിന് ഞങ്ങള് ചില്ലി കാശ് പോലും ചോദിച്ചില്ലല്ലോ. ഇനിയിപ്പോ എന്താ വേണ്ടേ? നിങ്ങളുടെ സാധനം നിങ്ങൾ തന്നെ എടുത്തു. എന്റെ പിള്ളേരെ അങ്ങ് വിട്ടേക്ക്. എന്താ സാറേ ഇങ്ങനെ നോക്കുന്നേ? ഇപ്പോഴും സാറിന് വിശ്വാസമായിരുന്നെങ്കിലേ ഞാനും കൂടി ഇവിടെ ഇരുന്നേക്കാം. ദേ, മിണ്ടാതെ അവിടെ ഇരി. ഇൻസ്പെക്ടർ ഇപ്പൊ വരും, എന്നിട്ട് സംസാരിക്കാം. നമസ്കാരം. ഗവർണറെ, ഞാൻ പറഞ്ഞോട്ടെ. ബാങ്കിന്റെ സേവനങ്ങള് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ATM നിങ്ങളുടെ നാട്ടിൽ തന്നെ കൊണ്ടുവച്ചത്. അതിന്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കുന്ന ആലോചിച്ചപ്പോഴാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഗിരീഷ് ചെയ്യാൻ ഏറ്റത്. പക്ഷെ അതിന് മുൻപേ മെഷീൻ മോഷണം പോയില്ലേ? ഞങ്ങളെ പഠിപ്പില്ലാത്തവരാ. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു സാറേ. അറിയാതെ പറ്റിപ്പോയതാ. അതിന്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ അവരാരാ? ബോരാപൂറിന്റെ ചരിത്രത്തിൽ ഒരു വ്യക്തിയുടെ പേരിൽ പോലും ഒരു കേസും ചാർജ് ചെയ്തിട്ടില്ല. ഈ നാട്ടിൽ എന്ത് നടന്നാലും ഗവർണറെ വിളിച്ചിട്ടാ തീരുമാനം എടുക്കുക. ഈ കാര്യത്തിൽ അങ്ങനെ തന്നെയാ. തെറ്റ് മനസ്സിലാക്കി വരുന്നതിനേക്കാൾ വലിയ പ്രായശ്ചിത്വം ഇല്ല. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ഇവിടെ എത്തിയല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിയാൻ ബാക്കിയുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വെച്ച് തന്നത് ഒരു ഡെമോ മെഷീൻ ആയിരുന്നു. അതിനകത്ത് കാശൊന്നുമില്ല. ഈ മെഷീൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ നാട്ടിൽ അതേ സ്ഥലത്ത് പുതിയ മെഷീൻ ഞങ്ങൾ സ്ഥാപിക്കും. അത് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഗവർണറെ, ഞാൻ വലിയൊരു ബുദ്ധിമാനാണെന്ന് വിചാരിച്ചേ. പക്ഷേ ബുദ്ധി മാത്രമല്ല, ജീവിതാനുഭവങ്ങളും നിങ്ങൾക്കുണ്ട്. അതുപോലെ അന്തസ്സുമുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് നഷ്ടപ്പെടാതെ നോക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. മരുമോനെ, അന്തസ്സിനേക്കാൾ അഭിമാനമാണ് വലുത്. പ്രണയത്തിനും ഒപ്പം സ്ഥാനമുണ്ട്. ഈ സന്തോഷകരമായ ദിവസത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എന്റെ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കണം.
ഭക്ഷണം